ഹേ ഗൈസ്, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കിഡിലൻ സി സി ആണ്. നിങ്ങളിപ്പോ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സി സി അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാറുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യും, വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പൊ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. 4:5 റേഷ്യോയിൽ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളിപ്പോ 4:5 എടുക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും റേഷ്യോ ആണെങ്കിൽ അത് എടുക്കുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. നമ്മൾ മീഡിയയിലേക്ക് വന്ന ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലിപ്പിലേക്കാണോ സി സി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്ലിപ്പ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ വന്ന് ഈ ഒരു ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഫിൽ സ്ക്രീൻ കൊടുക്കാം. സോ നമുക്ക് ഇതൊരു 3 to 4 ലെയേഴ്സിലൊക്കെ ചെയ്യുന്ന ഒരു സി സി ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക, കാരണം കുറച്ച് വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് റെക്ടാങ്കിൾ ആഡ് ചെയ്യുക, നമ്മൾ ഇതുപോലെ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വരിക. നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള എഫക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത്. കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഗോഷ്യൻ ബ്ലർ ക്ലിക്ക് ചെയ്യുക, ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ വാല്യൂ നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 0.4 മുകളിലേക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 0.4485 ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യുക, ആഡ് എഫക്ട്സിലേക്ക് വരിക, കളർ ആൻഡ് ലൈറ്റിൽ വരിക, എക്സ്പോഷർ ആൻഡ് ഗാമ എന്നുള്ള എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ വാല്യൂ കുറച്ച് കൊടുക്കുകയാണ്. ഒരു -9 എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു -9 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഈ ഒരു രീതിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യുക, റെക്ടാങ്കിൾ 1 സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരാം. ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഒരു ബ്ലെൻഡ് മോഡ് സെറ്റ് ആക്കി കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഡിഫറൻസിലേക്ക് വന്നിട്ട് സബ്സ്ട്രാക്ട് എന്നുള്ള ഈ ഒരു എഫക്റ്റ് കൊടുക്കുക, ഈ ഒരു ബ്ലെൻഡിങ് മോഡ് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഒപ്പാസിറ്റി വന്ന് എന്ത് ചെയ്യുക, കുറച്ച് കൊടുക്കുക. ഒരു 20 to 30% ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ചെറിയൊരു ഡാർക്ക് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ലെയർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റെക്ടാങ്കിൾ ആഡ് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക. സോ ഈ ഒരു റെക്ടാങ്കിളിലാണ് നമ്മൾ ബാക്കിയുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വരാം, ആഡ് എഫക്ട്സിൽ വരാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിൽ വരാം, കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് നമുക്ക് കളറൈസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് വന്ന് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ടിൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഉള്ളത്. ഇവിടെ വന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ വീഡിയോയിൽ ഏതൊരു കളർ ടൂൺ ആണോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കളർ ടൂൺ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വയലറ്റിലേക്ക് പോകുന്ന സമയത്ത് വയലറ്റ് ആയിരിക്കും വരിക. പക്ഷെ നമുക്ക് ഈ ഒരു മൂവിക്ക് ഒരു വയലറ്റ് ഒട്ടും സ്യൂട്ട് ആവില്ല. സോ നമ്മളൊരു റെഡിഷ് കളറിലേക്ക് വരികയാണ്. ഓക്കെ, ഒരു റെഡിഷ് കളറിലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ വീഡിയോ ഏത് ടോണിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു റേഞ്ചിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിപ്പോൾ വന്നത് ഈ ഒരു റേഞ്ചിൽ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആണ് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത്. സോ ഞാൻ വന്ന് ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെറുതായിട്ടൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കാം. ഒരു -10 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ വൈബ്രൻസ് വന്ന് ഒരു 1.6 സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു 1.6 വൈബ്രൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. ഇപ്പൊ ഫോളോ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ ആ ഒരു സി സിയുടെ ഒരു ഇത് തന്നെ പോയേക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സി സി കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വാല്യൂസും കാര്യങ്ങളും ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക, കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് എന്നുള്ള ആ ഒരു എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു 112 ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 115 ഇൻക്രീസ് ചെയ്യുക. അതുപോലെ ഷാഡോ ഒന്ന് ഒരു 86% സെറ്റ് ചെയ്യാണ്. സോ ഈ ഒരു ക്ലിപ്പിന്റെ ഒരു ഇത് പറയുന്നത് ഒരു വിന്റേജ് ക്ലിപ്പാണ്. ഓക്കെ, ഒരു മുമ്പേ ഉള്ള ഒരു മൂവിയുടെ ക്ലിപ്പാണ്. സോ ഇപ്പോൾ ഉള്ള മീൻസ് ഇപ്പൊ നിങ്ങൾ പുതുതായിട്ടുള്ള ഒരു മൂവിയുടെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർ സാച്ചുറേറ്റ്, അതായത് അത്യാവശ്യം നല്ല രീതിക്ക് കളർ ഓൾറെഡി ആ ഒരു ക്ലിപ്സിലും കാര്യത്തിലും ഉണ്ടാവും. സോ നിങ്ങൾ സാച്ചുറേഷൻ, ഹൈലൈറ്റ്സ് ഇതൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കൊടുക്കുന്ന വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഓവർ സാച്ചുറേറ്റഡ് ആവാനോ അല്ലെങ്കിൽ ഓവർ ഹൈലൈറ്റ് ആവാനോ സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് ബാക്ക് ടു വരാം. നമ്മൾ ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇനി വിഗ്നേറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. മാറ്റേ മാസ്കിയിൽ വരാം, നമ്മൾ വിഗ്നേറ്റ് എന്നുള്ള എഫക്റ്റ് ആഡ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അതിൽ ഷേപ്പ്, അതായത് ഷേപ്പ് അല്ല, സൈസ്, റൗണ്ട്നെസ്, ഫെദർ, അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സൈസ് വന്നൊരു 64 ആക്കി കൊടുക്കാം. ഓക്കെ, ഒരു 64% സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ആ വാല്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫേസിലേക്ക് ഫോക്കസ് വരുന്ന രീതിക്ക് ആ ഒരു വിഗ്നേറ്റും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് ആവും.
ഓക്കെ, കണ്ടില്ല? അതായത് ആ ഒരു ഫേസിലായിരിക്കും ഇപ്പൊ കൂടുതലും കോൺസെൻട്രേഷൻ വരാം ആ ഒരു വീഡിയോസ് വരുന്ന സമയത്ത്. ആ ഒരു സൈഡൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലാക്കിഷ് ടച്ചിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ റൗണ്ട്നെസ് വന്നൊരു 77 റേഞ്ചിലേക്കൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു റേഞ്ചിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫെദർ വന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 1ലേക്കൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, അതായത് ഒരു ഫുൾ ആക്കി കൊടുക്കുക. ഇത് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരാം. നമ്മൾ എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ രീതിക്ക് ഒരു എക്സ്പോഷർ കൊടുക്കുക. നിങ്ങളുടെ ക്ലിപ്പിന് ചെറിയ രീതിക്കുള്ള ഒരു എക്സ്പോഷർ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മൾ വിഗ്നൈറ്റിൽ താഴെയായിട്ട് വന്നാൽ ടിൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ടിൻറ്റ് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 50% ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു റേഞ്ചിലാണ് സെറ്റ് ചെയ്യേണ്ടത്, നേരത്തെ പറയാൻ വിട്ടുപോയി. ഓക്കെ, സോ ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ലെയർ രണ്ടാമത് ഇടയത് റെക്ടാംഗിൾ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇതേപോലെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും കിട്ടുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വന്നിട്ട് ഇതിൽ നമ്മൾ എക്സ്പോഷർ ആൻഡ് ഗാമ എന്നുള്ള ഒരു എഫക്റ്റ് കളയാം. അതുപോലെ നമ്മൾ വിഗ്നേറ്റ് എന്നുള്ള ആ ഒരു എഫക്റ്റും കളയാം. സോ നമുക്ക് ഇതുപോലെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ കളറൈസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കളറൈസ് വന്നതാ ഈ ഒരു റേഞ്ചിൽ ചെറുങ്ങനെ ഈ ഒരു ഗ്രീനിന്റെ സൈഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് മതി, ചെറിയൊരു സെറ്റിങ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരിക. ബാക്കിയുള്ള എഫക്ട്സിലോ കാര്യത്തിലോ ഒന്നും ചേഞ്ച് ചെയ്യേണ്ടതില്ല, നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. സോ അടുത്തത് പറയുന്നത് നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലിക്കർ എഫക്റ്റ് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്ടാംഗിൾ ആഡ് ചെയ്യുക. നമ്മൾ ഇതേപോലെ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആഡ് എഫക്ട്സിൽ വരിക. നമ്മൾ ഫസ്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിൽ വന്നിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ എന്നുള്ള ഒരു എഫക്റ്റ് ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ വാല്യൂ നമ്മൾ കുറച്ചൊന്ന് ഇതേപോലെ കുറച്ച് കൊടുക്കുക. ഒരു -0.23 ആ റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്തിട്ട് അഗെയിൻ ബാക്ക് വരിക. നമ്മൾ പൾസ് ഒപ്പാസിറ്റി എന്നുള്ള ഒരു എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫ്ലിക്കർ എഫക്റ്റ് കൊണ്ടുവരുന്നത്. ഫ്ലിക്കർ എഫക്റ്റ് നമുക്ക് പല രീതിക്ക് കൊണ്ടുവരാം. നമ്മൾ ഇപ്പൊ പൾസ് ഓപ്പോസിറ്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഫ്രീക്വൻസി വന്ന് ഇതേപോലെ ഫുൾ ആക്കി കൊടുക്കുക. ഒരു 16ലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഒരു CC നമുക്ക് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇന്നലെ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എങ്ങനെ CC സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ എങ്ങനെ CC അപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെ. സോ അതൊരു ലോങ് വീഡിയോ ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ, ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കുറെ അധികം കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അതായത് ഇപ്പൊ സാച്ചുറേഷൻ ആഡ് ചെയ്യുന്നതായാലും ബ്രൈറ്റ്നസ് ആഡ് ചെയ്യുന്നതായാലും ഓരോ എഫക്ട്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ക്ലിപ്പിനെ അനുസരിച്ച് ചെയ്താൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് ടോണിലുള്ള വീഡിയോസ് ആണോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു ഡാർക്ക് CC ആണോ ഉദ്ദേശിക്കുന്നത്, അതോ ഒരു നല്ല കളർ തീം ഉള്ളതാണോ ഉദ്ദേശിക്കുന്നത്, ഫ്ലിക്കർ ആണോ ഉദ്ദേശിക്കുന്നത്, ഹെയ്സ് ഫ്ലെയർ ആണോ, അങ്ങനെ പല രീതിക്കും നമുക്കിപ്പോൾ CCs ഉണ്ട്. സോ നിങ്ങൾ ഏതാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു റേഞ്ചിൽ വേണം സെറ്റ് ചെയ്യുക. സോ അത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ കുറെ അധികം CCയുടെ ട്യൂട്ടോറിയൽ കാണാം. അതായത് പ്രീസെറ്റ് യൂസ് ചെയ്യുന്ന XML അല്ലെങ്കിൽ പ്രീസെറ്റ് യൂസ് ചെയ്യുന്നതിന് കുറെ അധികം ട്യൂട്ടോറിയൽസ് കാണുന്ന സമയത്ത് അതിൽ ഓരോ വാല്യൂസും ചേഞ്ച് ചെയ്യും. മീൻസ് ഓരോ എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ഓരോ വാല്യൂസും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് മാറ്റാണ് നമ്മുടെ വീഡിയോസിൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതൊക്കെ കുറെ അധികം CCസും ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് CCസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു CC ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വീഡിയോസിലും ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. സോ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.